ചങ്ങാതിമാരെ ഒരു കിടക്കാച്ചി അയലക്കറി ഉണ്ടാക്കി ഇങ്ങ് താർത്താളെ എൻ്റെ ചങ്ങാതി കണ്ടിട്ട് കൊതിയാകുന്നില്ല, തിളച്ച് മറിയുന്ന കാണുമ്പോൾ തന്നെ കൊതിയാകുന്നില്ല എൻ്റെ ചങ്ങാതിമാരെ. അപ്പോൾ ഒന്നും നോക്കില്ല, നമ്മുടെ ചങ്ങാതി കടയിലേക്ക് നേരെ ഒരു കിലോ അയല എടുത്ത് ഇതുപോലെ വാരി എടുത്ത് അവനെ ഒന്ന് ക്ലീനാക്കി സെറ്റാക്കി ചങ്ങാതി നമുക്ക് അങ്ങ് തന്നു കേട്ടോ. അത് നേരെ പിടിച്ച് നേരെ വീട്ടിലേക്ക് ചെന്നിട്ട് ഇതുപോലെ ഇവനെ ഒന്ന് കഴുകി വൃത്തിയാക്കാം. ആ വൃത്തിയാക്കുന്ന സമയത്ത് നമ്മുടെ ചാനലായ ഷെഫ് ന്യൂബ് ആൽക്കമിസ്റ്റ് ചാനൽ ആരെങ്കിലും ഫോളോ ചെയ്യാത്തതുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വിതറാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ല. കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന റെസിപ്പിയാണ്, ഈസി റെസിപ്പി ആട്ടോ. അപ്പോൾ ഉണ്ടാക്കി അങ്ങ് താർക്ക് എൻ്റെ ചങ്ങാതിമാരെ. ഇതുപോലെ കഴുകി വൃത്തിയാക്കിയ ശേഷം അടുത്തതെന്ന് പറഞ്ഞാൽ മീൻ ഇതുപോലെ ഒന്ന് വരയുക കേട്ടോ എൻ്റെ ചങ്ങാതിമാരെ. വരയുന്ന സമയത്ത് നല്ല കിടക്കാച്ച് ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട് കേട്ടോ. ബീഫ്, ചിക്കന്, കേരമീൻ, ചെമ്മീൻ, മാങ്ങ, നാരങ്ങ, ഈന്തപ്പഴം, ഉണക്കസ്രാവ് അച്ചാർ, ബീഫ് ഇടിച്ചത്, കല്ലുമ്മക്കായ, കക്ക, കൊഴുവൊക്കെ ഉണ്ട്. വേണ്ടവർ നമ്മുടെ വാട്സപ്പ് നമ്പർ താഴെ നമ്പർ വാട്സപ്പ് ഹായ് എന്ന വെബ്സൈറ്റ് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറേ ചോദിച്ചാൽ ഏറ്റുമാനൂർ കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കാം കേട്ടോ. എന്നിട്ട് നേരെ നമ്മുടെ കലാപരിപാടികളിലേക്ക് വെച്ച് പിടിപ്പിക്കുക. ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് സ്റ്റൈലായിട്ട് തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ ഒന്ന് ഉരുളി ചൂടാക്കാൻ വെക്കുക. ഉരുളി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ചെറുള്ളി ഉണ്ടെങ്കിൽ ഇതുപോലെ ക്ലീൻ ചെയ്തിട്ട് ചെറുള്ളി ആ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ മൂപ്പിക്കുക. അവൻ ആ ഏകദേശം ഒന്ന് വാടി ഒരു പരുവത്തിനൊക്കെ വരുമ്പോൾ സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ എൻ്റെ ചങ്ങാതി. ആ സ്മെല്ല് വരുന്ന പാകത്തിനാകുമ്പോഴേക്ക് തക്കാളി 2 കീറിയോ 3 4 കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒരു മറിക്കുക. മറിച്ച ശേഷം അവനെയും ആ ചെറുള്ളിക്കകത്തിട്ട് അങ്ങ് റോസ്റ്റ് ചെയ്യുക. തക്കാളി ഒന്ന് വാടിയെടുത്താൽ മതി കേട്ടോ. ഇതൊരു സ്പെഷ്യൽ റെസിപ്പി ആട്ടോ. ഇത് നോട്ട് ചെയ്ത് വെച്ചോ, കൂട്ടുകാർക്കെല്ലാം ഉപകാരപ്പെടുന്ന റെസിപ്പി ആണോ. ആദ്യം തന്നെ ഇതുപോലെ ഒന്ന് വാട്ടിയെടുത്ത ശേഷം നേരെ മിക്സി ജാറിലേക്ക് ഇട്ട് ഇവനെ ഒന്ന് പേസ്റ്റാക്കി ഒരു കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം കേട്ടോ. അതിനുവേണ്ടി ഇതെല്ലാം കൂടെ വാരിയെടുത്ത് നേരെ മിക്സി ജാറിലിട്ട് നല്ല വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ട. തക്കാളിയുടെ വെള്ളമുണ്ട്, ചെറുള്ളിയുടെ വെള്ളമൊക്കെ ഉള്ളതുകൊണ്ട് വെള്ളവും ചേർക്കേണ്ട. ഇത് അരപ്പ് പോലെ ഈ പരുവത്തിനാക്കിയെടുക്കുക. അതിനുശേഷം ഉരുളി ചൂടാക്കിയ ശേഷം ആ ഉരുളിയിലേക്ക് ഇതുപോലെ സ്റ്റൈലായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഉലുവായിട്ട് മൂപ്പിക്കുക. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് ഈ ഒരു പാകത്തിനും പരുവത്തിനൊക്കെ ഓവറായിട്ട് മൂപ്പിക്കല്ലേ, കരിഞ്ഞു പോകാതെ ഒന്ന് മൂപ്പിച്ച് ഒരു പാകത്തിനും പരുവത്തിനൊക്കെ വരുമ്പോൾ കടുകിട്ടങ്ങ് പൊട്ടിക്കുക കേട്ടോ. ഇതുപോലെ കടുകിട്ടങ്ങ് പൊട്ടിക്കുക. കടുക് 4 5 6 അങ്ങ് പൊട്ടട്ടെ എൻ്റെ ചങ്ങനെ. പൊട്ടി കഴിയുമ്പോഴേക്ക് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഒരു മറിക്കാം. മറിച്ച ശേഷം ഇതുപോലെ ഇട്ട് ആ എണ്ണയ്ക്കകത്തിട്ടങ്ങ് റോസ്റ്റ് ചെയ്യുക കേട്ടോ. അത്യാവശ്യം കളറാകുന്നവരെ പാകത്തിന് ഇതുപോലെ റോസ്റ്റ് ചെയ്യുക. ഇനി വെളുത്തുള്ളി കുനുകുന അരിഞ്ഞായാലും കുഴപ്പമില്ല കേട്ടോ. അവൻ ഏകദേശം ഒരു പരുവായി വരുമ്പോൾ ഇഞ്ചി കുനുകുനാന്നരിഞ്ഞത് അതോ നീളത്തിൽ അരിഞ്ഞായാലും കുഴപ്പമില്ല, അതും കൂടെ ഇട്ട് ആ വെളുത്തുള്ളിക്കകത്തിട്ടങ്ങ് ഇതുപോലെ അങ്ങ് മൂപ്പിക്കുക. എണ്ണ ആവശ്യത്തിനുണ്ടാവണം കേട്ടോ, കൂടുതലുണ്ടാവില്ല. ആവശ്യത്തിന് എണ്ണയൊക്കെ ഒഴിച്ച് ഈ ഒരു പരുവത്തിനൊക്കെ ആക്കിയെടുക്കുക. പരുവത്തിനാക്കിയെടുക്കണം. പച്ചമുളക് 2 കീറിയോ 3 കീറിയോ 4 കീറിയാലും ഒരു കുഴപ്പമില്ല. എടുത്തൊരു മറിച്ച ശേഷം ഇത് 3 കൂടെ ഇട്ടങ്ങ് എണ്ണയ്ക്കകത്തിട്ടങ്ങ് വരട്ടെ എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് ലേശം ചുവന്ന മുളകും കൂടെ ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടേരും. ഒരു പരുവത്തിന് പോകുന്നതല്ലേ. എണ്ണ ആയാലും അതും കൂടെ ഇട്ട ശേഷം ഈ എണ്ണയ്ക്കകത്തിട്ടങ്ങ് മൂപ്പിച്ച് കഴിയുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ വരുന്നത് കേട്ടോ. ഇത് 3 4 കൂടെ അങ്ങ് വരുമ്പോഴേക്ക് എൻ്റെ ചങ്ങാതി ഒരു രക്ഷയില്ല കേട്ടോ. അവൻ ഏകദേശം ഒരു പാകമാകുമ്പോൾ ഇനി മസാല ഇടുന്ന കലാപരിപാടിയാണ്. ആദ്യം തന്നെ ഇത് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ലേശം മുളക് പൊടിയും കൂടി ഇട്ട് കേട്ടോ, എരിവിന് വേണ്ടി കേട്ടോ. എന്നിട്ട് ലേശം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക, ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത്ര സാധനം ഇട്ട ശേഷം തീ ഒന്ന് കുറച്ച് വെക്കുക. തീ ഒന്ന് കുറച്ച ശേഷം ആ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കുക. ആ പച്ചച്ചോവയൊക്കെ ഒന്ന് മാറുന്ന രീതിയിൽ ഇതുപോലെ ഉരുളിക്കകത്തിട്ട് നിന്ന് മൂപ്പിക്കുക. അപ്പോൾ തന്നെ ഒരു സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ. ആ സ്മെല്ല് വരുന്ന പാകത്തിനാകുമ്പോഴേക്ക്, കരിഞ്ഞു പോലെ പാകത്തിനാകുമ്പോഴേക്ക് നമ്മൾ അരപ്പെടുത്തരുത് ഇതിലേക്കൊരു മറിക്കുക. അരപ്പിൻ്റെ കൂടെ ആ മിക്സി ജാറും കൂടെ ഒന്ന് കഴുകി ആ വെള്ളം കൂടെ ഇതിലേക്ക് ഒന്ന് മറിക്കുക. മറിച്ച ശേഷം ഇവനെ ഒന്നും കൂടെ തീ ഒന്ന് കൂട്ടിയേക്കാം. ലേശം തീ കൂട്ടിയ ശേഷം ഇവനെ ഇങ്ങനെ അങ്ങ് മൂപ്പിക്കുക. അപ്പോൾ പച്ചച്ചോവ മൊത്തം എല്ലാത്തിനെയും ഒന്ന് പച്ചച്ചോവയൊക്കെ ഒന്ന് മാറി നല്ല സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ. ആ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചോറിടാൻ തുടങ്ങും കേട്ടോ. അത്രയ്ക്ക് സ്മെല്ലാട്ടോ, നല്ല കിടക്കാച്ച് സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ. ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് വാളംപുളി വെള്ളം കേട്ടോ ഇതിനകത്ത് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഇനി കുടംപുളി ആയാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാൻ ഈ മീൻ കറിക്കകത്ത് ചേർക്കുന്ന വാളംപുളി വെള്ളമാണ്. വാളംപുളി വെള്ളം ഇതുപോലെ ഇട്ട ശേഷം അവനെയും ഒന്ന് ചെറിയ ചൂടിൽ ഇട്ട് ഇങ്ങനെ മൂപ്പിക്കുക. ഓവർ തീയാവില്ല, ചെറു ചൂടിൽ മതി കേട്ടോ. ആ ചെറു ചൂടിൽ ഇതുപോലെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അവൻ ഏകദേശം ഒരു പരുവത്തിനൊക്കെ ആയി വരുമ്പോഴേക്ക് ഇനിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച ശേഷം ഇവനെ മൊത്തത്തിൽ അങ്ങ് മിക്സ് ചെയ്യുക കണ്ടോ. മിക്സ് ചെയ്തതിന് ശേഷം നല്ലോണം തിളപ്പിക്കണം കേട്ടോ. തിളപ്പിക്കുന്ന വെള്ളച്ചോവയൊക്കെ ഒന്ന് മാറി, പുളിയുടെ ചുവയൊക്കെ മാറി, മസാലയൊക്കെ ചുവയൊക്കെ മാറി ഈ ഒരു പരുവത്തിന് വരുമ്പോൾ തന്നെ നല്ല സ്മെല്ല് വരാൻ തുടങ്ങും കേട്ടോ. ആ സ്മെല്ല് വരുന്നവരെ ഇവനങ്ങ് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോഴേക്കും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട ശേഷം ഇവനെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക.
ഇനി അടുത്ത കലാപരിപാടി നമ്മൾ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുന്ന അയല പീസ് ഓരോന്നാക്കി ഇതിലേക്ക് അങ്ങ് അറേഞ്ച് ചെയ്യുക. അറേഞ്ച് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം പറയാനുള്ളത് നമ്മുടെ കയ്യിലുള്ള കിടക്കാച്ചി ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട്. അത് മേടിക്കാൻ മറക്കല്ല്. നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ പേജിൽ കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ അടി കിടപ്പുണ്ട്. ഒന്നും നോക്കണ്ട, ഓർഡർ ചെയ്യുക. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ എനിക്ക് കിടക്കാച്ചി ഹോം മെയ്ഡ് അച്ചാറുകളാണ്. ഒരു പ്രിസർവ് പോലും ചേർക്കാതെ നമ്മൾ കിട്ടുന്ന സാധനമാണ്. അപ്പോൾ ഓർഡർ ചെയ്ത് താർക്ക് എൻ്റെ ചങ്ങനെ വെറൈറ്റികളുടെ പെരുന്നാളുകളുടെ ബീഫ്, ചിക്കന്, കേരമീൻ, ചെമ്മീൻ, മാങ്ങ, നാരങ്ങ, ഈന്തപ്പഴം, ബീഫ് ഇടിച്ച്, കല്ലുമ്മക്കായ, കക്ക, അങ്ങനെ വെറൈറ്റി കൊഴുവൊക്കെ ഉണ്ട് കേട്ടോ. ഒന്നും നോക്കണ്ട, ഓർഡർ ചെയ്ത് താർക്ക്. എന്നിട്ട് ഈ ശേഷം ആ മീനിൻ്റെ മുകളിലേക്ക് നമ്മുടെ അരപ്പ് ഇതുപോലെ സ്ലോ മോഷനിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ മീനിലൊക്കെ ഒന്ന് അരപ്പൊക്കെ ഒന്ന് പിടിച്ച് പുളിയൊക്കെ പിടിച്ച് സെറ്റായി വരുമ്പോഴേ സമയമാകുമ്പോഴേക്കും ഇതിന് മുകളിലേക്ക് ഒരു 2-3 കറിവേപ്പില ഇതുപോലെ ഭംഗിയായിട്ട് അങ്ങ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇവനെ മൂടി വെച്ച ശേഷം മാക്സിമം ഒരു 5 മിനിറ്റ് വരെ കേട്ടോ. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതേ മീൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആവി പറക്കുന്ന സ്മെല്ല് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ലേ. എന്നിട്ട് ലാസ്റ്റ് ലേശം കായപ്പൊടി സീക്രട്ടായിട്ടും കിട്ടും, ആരും കാണണ്ട കേട്ടോ. ആ സീക്രട്ടായിട്ടൊക്കെ ലേശം കായപ്പൊടിയും കൂടെ ഇട്ട ശേഷം ആ കായപ്പൊടി ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്നെങ്കിൽ ഉരുളി എടുത്ത് പൊക്കി കറക്കുക, അല്ലെങ്കിൽ ലേശം ഗ്രേവി എടുത്ത് ഇതിന് മുകളിലേക്ക് ഇടുക. എന്നിട്ട് നല്ല വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ ആ വെളിച്ചെണ്ണയും കൂടെ ഇതിന് മുകളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക എൻ്റെ ചങ്ങാതി. ആ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച ശേഷം ഇവനങ്ങ് അടച്ചു വെക്കുക. എന്നിട്ടങ്ങ് തീ ഓഫാക്കി വെക്കുക. ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് ഈ സാധനം അങ്ങ് തുറക്കുക. എൻ്റെ ചങ്ങാതി എണ്ണ തെളിഞ്ഞിരിക്കുന്ന ആ മീൻകറി കണ്ടു കഴിഞ്ഞാൽ ആരായാലും കൊതി വിട്ടു പോകട്ടെ എൻ്റെ ചങ്ങാതി. അയല പീസ് ഒരെണ്ണം എടുത്ത ശേഷം നമ്മുടെ അച്ചാറുണ്ടെങ്കിൽ അച്ചാറും കൂടെ വെച്ച ശേഷം നല്ല ചൂട് ചോറിലേക്ക് ആ അയല പീസ് ഒരെണ്ണം എടുത്തങ്ങ് വെക്കുക. എന്നിട്ട് അയലക്കറി ഒരു ഗ്രേവി ലേശം എടുത്ത് ആ അയല പീസിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിക്കുക. അതിനുശേഷം നമ്മുടെ അച്ചാറുണ്ടെങ്കിൽ ലേശം അച്ചാറും ഒരു പീസ് ഇച്ചിരി ഗ്രേവിയും കൂടെ ആ ചൂട് ചോറിൻ്റെ സൈഡിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുക. ഇതെല്ലാം കൂടെ കാണുമ്പോൾ തന്നെ കൊതിയാവുന്നില്ല എൻ്റെ ചങ്ങാതിമാരെ. എന്നിട്ട് ഒന്നും നോക്കണ്ട എൻ്റെ ചങ്ങാതിമാരെ, അവനെ എല്ലാം കൂടെ കൂട്ടി ഒരു ഇളക്കുക. പിള്ളേർ വരെ കൊതി വിട്ടു പോകുന്നൊരു സംഭവം കേട്ടോ. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. അപ്പോൾ അച്ചാറുകൾ മേടിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഈ അയലക്കറി ഉണ്ടാക്കാനും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് പൊളിച്ച് കഴിഞ്ഞ സംഭവം അധികം കഷ്ടപ്പാടൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിടക്കാച്ച അയലക്കറികൾ പിള്ളേർക്ക് ഇഷ്ടപ്പെടും, നമുക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം കമൻറ്റായി വാരി വിതറാനും അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ല എൻ്റെ ചങ്ങാതിമാരെ. സംഭവം കണ്ടില്ലേ, നമ്മളെ ഇവാനെക്കുറിച്ച് അങ്ങ് പുഴു കഴിക്കുന്ന പോലെ കഴിക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ ഒന്നും നോക്കണ്ട, ഉണ്ടാക്കി അങ്ങ് തകർക്കുക ചങ്ങാതി.